എടി ആൾക്കാർ ചീത്ത പറയും. കൊച്ചിനെടുത്തിട്ടപ്പം സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ ദൈവസ്നേഹത്തിൽ തന്നെയെല്ലാം ചെയ്യുവാൻ എന്നിൽ നീ സ്വഭാവം പകരണമേ നിറയ്ക്കണമേ ദിവ്യത്തിൽ സ്വഭാവം പകരണമേ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തു കൊള്ളുകയും ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുകയും ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്ന പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിനെ കീഴടങ്ങിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവരവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരണത്തിനും കറാച്ചുളക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി നൽകിയ നിർദ്ദേശത്തോടെ മുൻനിർത്തേണ്ടതിനും തന്നെ താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവൾ ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ സ്നേഹിക്കുന്നു. ആരും തന്നെ ജഡത്തെ ഒരു നാളും പോയിച്ചിട്ടില്ലല്ലോ. ക്രിസ്തു സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പ്രവർത്തിക്കത്രേ ചെയ്യുന്നത്. നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ദേഹമായി തീരും. ഒലിവുതൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്നും നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. ഇസ്രായേലിൽ സമാധാനമുണ്ടാകട്ടെ. ബാറക്കുമോ. ഇപ്പോൾ ജയത്തിന്റെ അടയാളമായ കുരിശടയാളം നെറ്റിയയില് അടയാളപ്പെടുത്തി അനുഗ്രഹിക്കുകയാണ്. 3 ചടങ്ങ് കഴിഞ്ഞു. ഇനി 4-മത്തത് വന്യകോറപ്പിസ്കോപ്പാച്ചൻ ഇതൊന്ന് ബ്ലസ് ചെയ്യും. ഇപ്പോൾ അമ്മ
മോന് മധുരം കൊടുക്കുകയാണ്. പണ്ട് അമ്മിഞ്ഞപ്പാല് കൊടുത്തപ്പോൾ ആരോടും ചോദിച്ചില്ല. ഇപ്പോ അനുവാദത്തോടു കൂടിയാ. അതുകൊണ്ട് അമ്മ ഇപ്പൊ ചോദിക്കും മധുരം വെച്ചോട്ടെ എന്ന്. നിങ്ങൾ ഉത്തരം കൊടുക്കണം. ഒരു 2 പ്രാവശ്യമൊക്കെ ഞാൻ അനുവദിക്കും. 3-ാം പ്രാവശ്യം നമ്മൾ തന്നെ അത് ഭംഗിയായിട്ട് അങ്ങ് ചെയ്യും. മധുരം വെച്ചോട്ടെ, മധുരം വെച്ചോട്ടെ, മധുരം വെച്ചോട്ടെ. ആ കേട്ടു. ആ ഇനി അതിൽ നിന്ന് എടുത്ത് മോൻ്റെ വായിൽ വെച്ചു.
നമ്മളൊരു 3-4 സുഹൃത്തുക്കളെ ഒരു യാത്ര പോയി. ഒരു യാത്ര പോയിട്ട് യാത്ര തിരികെ മടങ്ങി വരുമ്പോൾ ഒരു സുഹൃത്ത് നമ്മളോട് പറയണം, എടാ നമ്മൾ താമസിച്ച ആ റൂമിലായി പോയി എൻ്റെ ബാഗ് എടുക്കാനായിട്ട് മറന്നുപോയി. എന്ത് ചെയ്യുന്നു? നമ്മൾ തിരികെ പോകും, ആ ബാഗ് എടുത്ത് തിരിച്ചു വരും. എന്നാൽ ഭാര്യ ഭർത്താവും കൂടി ഒരു യാത്ര പോയി. ആ സ്ത്രീ നമ്മളോട് പറയാണ്, നമ്മുടെ ജീവിത പങ്കാളി, ചേട്ടായി അത് ആ ബാഗ് നമ്മൾ താമസിക്കാൻ പോയി വെച്ച് മറന്നുപോയി. എത്ര പെട്ടെന്നല്ലേ നമ്മുടെ മുഖത്ത് ദേഷ്യം വരുന്നത്, യാത്രയുടെ സൗന്ദര്യം കുറയുന്നത്. അതുകൊണ്ട് നല്ല സുഹൃത്ബന്ധങ്ങളാണ് നല്ല സ്നേഹത്തെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹം ഉണ്ടാകാൻ, നല്ല പുഞ്ചിരി ഉണ്ടാകണം, നല്ല സൗഹൃദം ഒരായുഷ്കാലം മുഴുവൻ ഹൃദയത്തിൽ സൂക്ഷിക്കണം. രണ്ടാമതായിട്ട് ഈ കൂതാശയെ കുറിച്ച് പഠിപ്പിക്കുന്ന മിസ്റ്റർ സാക്രമെന്റ് ഓഫ് ക്രൗണിംഗ് എന്നുള്ളതാണ്. ഇത് കിരീടധാരണത്തിന്റെ കൂതാശയാണ്. തുടർന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഇരുവരുടെയും ശിരസിൽ കുരിശുകൊണ്ട് ആശീർവാദം നടത്തി കിരീടം ധരിപ്പിക്കുകയാണ്. ഇവിടെ വെച്ച് തീരുന്ന ഒരു കിരീടധാരണമല്ല കേട്ടോ, ഇത് ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയുള്ളതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്, തേജസ്സിന്റെ ഒരു കിരീടം നിങ്ങൾക്കായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അടുത്ത ഭാഗത്ത് നായകസംഘം പാടും, തേജോ ലോകത്ത് ഇവരുടെ കാലം ശുഭമാകണം. നമുക്ക് ദേവാലയത്തിൽ വെച്ച് ലഭിച്ച ആദ്യത്തെ കിരീടം ഏതാണെന്ന് ഓർമ്മയാണോ? മാമോദിസയാണ് അല്ലെ? ഒരു കൊച്ച് കിരീടം നമ്മുടെ കുഞ്ഞ് നെറ്റിയിൽ വെച്ചിട്ട് പ്രാർത്ഥന നടത്തിയത് എങ്ങനെയാണ്? സ്വർഗരാജ്യത്തിൽ വെച്ച് ഈ കിരീടം പ്രാപിക്കുന്നത്. ഇത് നമ്മുടെ രണ്ടാമത്തെ കിരീടധാരണത്തിന്റെ കൂതാശയാണ്. ഈ 2 കിരീടധാരണത്തിന്റെയും കൂതാശ ദൈവികമായിരിക്കുന്ന രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ ഇടയായാൽ സ്വർഗരാജ്യത്തിൽ ഒരു കിരീടം ഉണ്ടാകും. ഇവിടെയുള്ള കിരീടങ്ങൾക്കൊക്കെ അപ്പുറത്ത് സ്വർഗരാജ്യത്തിൽ ജോബിനും അഞ്ചുവിനും ഒരു കിരീടത്തെ ലക്ഷ്യമാക്കി ഒരു രക്ഷായാത്ര നമ്മൾ നടത്തുകയാണെങ്കിൽ അത് ഏറ്റവും കൃപയുടെ കാര്യത്തിൽ അതിനെന്ത് ചെയ്യണം? നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഈ ഇടയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ പോയി താമസിച്ചു. ഔട്ട് സൈഡിലാണ്. അവൻ വൈകുന്നേരം അവിടുത്തെ ഒരു 8 മണി സമയം അവരുടെ ഭാര്യ ഇവിടെയാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് അച്ഛനോട് മാറിയിരിക്കണം. ഞാൻ ചോദിച്ചെന്താ അച്ഛൻ ഒരു വീഡിയോ കോൾ വിളിക്കാൻ. ഞാൻ മാറിയിരിക്കുകയാണ്. അവരുടെ ഭാര്യയെ വീഡിയോ കോൾ വിളിക്കുകയാണ്. എന്നിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ്. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ അവരെടുത്ത തീരുമാനമാണ്, നാട്ടിലുണ്ടെങ്കിലും ഔട്ട് സൈഡിലാണെങ്കിലും ഒരു 10 മിനിറ്റ് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം വീഡിയോ കോളിൽ. അവരവിടെയാകുന്ന എല്ലാ നിമിഷങ്ങളിലും അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ ജോബിനോട് അഞ്ചിനോട് എനിക്ക് പറയാനുള്ളത്, രാഷ്കാലം മുഴുവൻ നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. എവിടെയും ആയിക്കോട്ടെ. രണ്ടാമത് നന്നായിട്ട് ബൈബിൾ വായിക്കണം. നിങ്ങൾ ഈ പ്രീ മാരേജിലൊക്കെ പോയപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പുസ്തകം വായിക്കണം, ആ പുസ്തകം, അതൊന്നും വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കുടുംബജീവിതം സക്സസ് ആക്കാനുള്ള 100 വഴികളുടെ പുസ്തകമൊന്നും വായിക്കണ്ട, ബൈബിൾ വായിച്ചാൽ മതി കേട്ടോ. ദ ബെസ്റ്റ് മാരേജ് മാനുവൽ ഈസ് ബൈബിൾ. നന്നായിട്ട് വേദപുസ്തകം വായിച്ചാൽ അതിൽ അബ്രഹാമിന്റെയും സാറയുടെയും ജീവിതമുണ്ട്, അതിൽ ജോസഫിന്റെയും മറിയത്തിന്റെയും ജീവിതമുണ്ട്, അതിൽ സക്കറിയാവിന്റെയും എലിസബത്തിന്റെയും ജീവിതമുണ്ട്. ജീവിതത്തിന്റെ സഹന വഴികളിലൂടെ കടന്നു പോയപ്പോഴൊക്കെ ചേർത്ത് പിടിച്ച നല്ല കുടുംബജീവിതങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വേദപുസ്തകം നന്നായിട്ട് വായിക്കണം. രണ്ടുപേരും പള്ളിയുമായിട്ട് ഇടപഴകി ജീവിച്ചവരാണ് അല്ലേ? അബ്ബഹായി കയറുന്ന ആളാണ്. അഞ്ചുമാണെങ്കിൽ പെരുമ്പളം പള്ളിയോട് ചേർന്ന് ജീവിച്ചവരാണ്. അതുകൊണ്ട് നിങ്ങൾ പള്ളിയോട് ചേർന്ന് ജീവിക്കുമ്പോൾ ഇനിയുള്ള നിങ്ങളുടെ ജീവിതം ഈ പള്ളിക്കുള്ളിലായിരിക്കണം. നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പള്ളിക്കുള്ളിലുണ്ടാകണം. രണ്ടുപേരും ആരോഗ്യമുള്ളവരാണ്.